നമസ്കാരം സാർ. ഇപ്പോ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും വലിയൊരു കുരുക്കായി തന്നെയാണ് CMRL എതിരായി ഇപ്പോൾ SFIO കണ്ടെത്തിയിരിക്കുന്ന ഒരു സംശയം. അതായത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് SFIO പങ്കുവച്ചിരിക്കുന്നത്. നിസ്സാര സംശയമല്ല, അത് ദില്ലി ഹൈക്കോടതിയിൽ ചോദിച്ചു മേടിച്ചതാണ് നമുക്ക് കുറച്ചുകൂടി പറയാം. അതായത് ഈ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ഒരു ഹർജി സമർപ്പിച്ചപ്പോഴാണല്ലോ ഈ അന്വേഷണ പുരോഗതി അറിയിച്ച വേളയിൽ അന്വേഷണം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള സംശയം കൂടി പറഞ്ഞിരിക്കുന്നത്. SFIO അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വിഷയം, സകലമാന റിപ്പോർട്ടും ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും, കേന്ദ്രത്തിന് തീരുമാനിക്കാം ഇതിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളത്. കാരണം SFIOക്ക് ചില പരിമിതികളുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് വരുന്ന ഒരു വിഷയമാണ്. അപ്പോ NIA അടക്കം ഈ വിഷയം അന്വേഷിക്കുന്ന ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതും ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയ പണത്തിൽ തുടങ്ങിയ അന്വേഷണം. CMRLന് എനിക്ക് തോന്നുന്നു നിലാവത്തുള്ള കോഴിയെ പോലെ ഇങ്ങനെ ഒരു മതിഭ്രമം ബാധിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമം അനുസരിച്ച് പോകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അന്വേഷണം വന്നോട്ടെ, ഞങ്ങൾ സഹകരിക്കാം. അല്ലെങ്കിൽ ഏത് അന്വേഷണത്തെയും നേരിടും, താൻ ചങ്കൂറ്റം, ഞങ്ങൾക്ക് അതിന് ധൈര്യമുണ്ട്, അന്വേഷണം നേരിട്ട് വെക്കൂ എന്നുള്ളത് വേറൊരു കാര്യം എന്നൊക്കെയാണ് സാധാരണഗതി പ്രതികരിക്കാതെ. ഇത് അങ്ങനല്ല, ഇനി അന്വേഷണം ആവശ്യമില്ല, ഇതെല്ലാം കഴിഞ്ഞതാണ് എന്നും പറഞ്ഞിട്ട് CMRL പോകുന്നു. ഞങ്ങൾ ആദായ നികുതി വകുപ്പിന് ഇതെല്ലാം വിശദീകരിച്ചു കൊടുത്തതാണ്, ഇനി ഒന്നുമില്ല, ഒന്നും ബാക്കിയില്ല എന്ന് പറയുക. അതുപോലെ തന്നെ വീണ വിജയൻ തന്നെ പോയി പരാതി കൊടുക്കുക, ഇത്രയും ചെറിയ തുക ഇതിനകത്തുള്ളൂ, അതുകൊണ്ട് ഇതിന് ഇത്രയും വലിയ തുക ഉള്ളൊക്കെ അന്വേഷിച്ചാൽ മതി. അത് ചെറിയ തുക, അവർക്ക് ചെറിയ തുക. നമ്മുടെ ഇവിടുത്തെ ക്ഷേമ പെൻഷൻ പറ്റുന്നവരല്ലല്ലോ അവര്. അതുകൊണ്ട് ഇത്രയും ചെറിയ തുകയ്ക്കൊന്നും അന്വേഷണം വേണ്ട, വലിയ തുക വരുമ്പം മതി എന്ന് അവരുടേതായിട്ടുള്ള പരാതി. എന്തിനാണ് ഈ അന്താളിപ്പ്? അന്വേഷണം നടത്താൻ CBI അല്ല, സ്കോട്ട്ലൻഡ് യാർഡ് ആയാലും ശരി, ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയാലും ശരി, NIA ആയാലും ശരി, തെളിവില്ലെങ്കിൽ അവർക്ക് ഒരു ചുക്കും ചുണ്ണാമ്പ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ടാണ് ഉത്തരം പറയുന്നതെങ്കിൽ ഒരു പോലീസുകാരന് ഒരു കുന്തവും ചെയ്യാനില്ല. അതല്ലേ ധാർമ്മികമായ ധൈര്യം. ഇത് മാത്രമല്ല, ഈ അഴിമതിയുടെ പേരിൽ നമ്മുടെ പേരിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അഴിമതി ചെയ്യാത്തവർക്കുടെ പേരിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ PP ദിവ്യ ചെയ്ത പോലുള്ള തെറ്റുകൾ മാത്രമേ, നവീൻ ബാബുവിന് എതിരെ ചെയ്തതുപോലുള്ള തേജോവധങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ പേടിച്ചുകൊണ്ട് CMRL എന്ന് പറഞ്ഞൊരു സ്ഥാപനം, ഇതൊരു ഡയറക്ടറും ചെയർമാനും ഒക്കെ ഉള്ള സ്ഥാപനമല്ലേ, പാഞ്ഞു പോവാണ്. എന്ത് പരിഹാസ്യം! ഹൈക്കോടതിയിലേക്ക് അന്വേഷണം വേണ്ട എന്നും പറഞ്ഞു, അന്വേഷണത്തിനെ പേടിച്ചിട്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് ഇപ്പോൾ, ഈ അന്വേഷണം വേണ്ട. ഒരു വശത്തൂടെ ഏജൻസി സർക്കാർ ചെലവിൽ അന്വേഷണം നടത്തി എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ് ഈ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട്. ഇവരുടെ അലമാരയിൽ അസ്ഥികൂടങ്ങൾ ഇരിപ്പുണ്ട്. ഇത് പുറത്തു വരുമെന്നുള്ള ഭീതി കൊണ്ട് ഗത്യന്തരമില്ലാതെ പായുകയാണ്, പായും പുലിയെ പൊലിങ്ങനെ പായുക. അന്വേഷണം വന്നു കഴിഞ്ഞാൽ പലതും പുറത്താവും. ഇതിപ്പോ രാഷ്ട്രീയക്കാർക്കുള്ള സഹായമാണെങ്കിൽ കുഴപ്പമില്ല, പലരും അങ്ങനെ ചെയ്യാറുള്ളതാണ്. അദാനിയുടെ പണം വാങ്ങിച്ചിട്ടാണ് അദാനിയെ വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധി കൂട്ടരും, അത് വേറൊരു കാര്യം. അതാണെങ്കിൽ വലിയ കുഴപ്പമില്ല, കുറച്ചൊരു അന്തസ്സുണ്ട്. ഇത് പോയിരിക്കുന്നത് ഇവിടെങ്ങുമല്ല, രാഷ്ട്രത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളിൽപ്പെട്ട ആൾക്കാരെ വരെ സഹായിച്ചിരിക്കുന്നു. അതെ, എനിക്ക് തോന്നുന്നു അതാണ് ഇവരുടെ അന്താളിപ്പിന് വലുതായിട്ടുള്ള കാരണം ഉണ്ടാക്കുന്നത്. ഇത് പുറത്തു വരുമെന്നുള്ള പേടിയാണ്. ഇപ്പൊ പിണറായി വിജയനായപ്പോൾ ഇത്രയും രൂപ കൊടുത്തു, ശരി, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഒരു സമാധാനമുണ്ട്. അത് അഴിമതി പണമാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്, അദ്ദേഹം അതിന്റെ പേര് രാജിവെക്കേണ്ടതാണ് തീർച്ചയായിട്ടും, അതൊരു മറ്റൊരാവശ്യം. വീണ വിജയന്റെ മകളെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരിയല്ല, പക്ഷെ പിണറായി വിജയന്റെ കെയർ ഓഫിലാണത് കിട്ടിയിട്ടുള്ളതെന്ന് വ്യക്തം, അല്ലെങ്കിൽ കിട്ടില്ല പറയുന്നുണ്ട്, ലാഭത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പൊ അതും വലിയ തെറ്റല്ല. പക്ഷെ അതിലും വലിയ തെറ്റെന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഈ പണം കൊടുത്തില്ല. അതപ്പ അവിടെ SFIOയിലും നിൽക്കില്ല. ഇനിയിപ്പോ അടുത്ത എങ്ങോട്ടാ പോവുക? NIAയിലേക്കായിരിക്കും പോകുന്നത്. പോയി കഴിഞ്ഞാൽ സംഭവം CMRLന്റെ ഇപ്പൊ ഇരിക്കുന്ന എല്ലാ തലപ്പത്തിരിക്കുന്ന മേധാവികൾക്കെല്ലാം തകർന്ന് തരിപ്പണമാവത്തക്ക ഒരു ശിക്ഷയായിരിക്കും കിട്ടാൻ പോകുന്നത്. നിസ്സാര ശിക്ഷയായിരിക്കില്ല. UIPA എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള, ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധത്തിലുള്ള ഒരു ശിക്ഷയ്ക്കായിരിക്കും അവർ വിധേയരാകുന്നത് എന്നുള്ള ഒരു ഭാഗമായിരിക്കും വരുന്നത്. മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കും രാജിവെക്കേണ്ടി വരും, അത് വേറൊരു കാര്യം എന്നാണ് SFIO നൽകുന്ന സൂചന. ഇത് അവര് സംശയമേ പറഞ്ഞിട്ടുള്ളൂ, പോയിട്ടുണ്ട്. എങ്ങനെ സംശയം വരുന്നു? സാധാരണഗതിയിൽ ഇതൊരു ഫൈനാൻഷ്യൽ ഫ്രോഡ് അതാണ് അന്വേഷിക്കുന്നത്. മാത്രമാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. SFIOയ്ക്ക് അവരുടെ അന്വേഷണം അവിടെ നിൽക്കുന്നു.
ഇനി രാജ്യസുരക്ഷയ്ക്ക് കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരുമായിട്ട് ഇടപാടുണ്ടെങ്കിൽ ആരാ അന്വേഷിക്കേണ്ടത്? ഇതിനാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇവർക്ക് ഇവിടെ പരിമിതിയുണ്ട്, അതിനപ്പുറം അങ്ങോട്ട് പോകാൻ പറ്റില്ല. രാജ്യരക്ഷാ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരിലേക്ക് അന്വേഷണം പോകണമെങ്കിൽ അതിന് അധികാരവും അതിന് തക്ക സ്കോപ്പും ഉള്ളത് NIAക്ക് മാത്രമേ സംവിധാനങ്ങളും ഉള്ളത്. ഇപ്പൊ ഇനി അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പൊ ഇതുവരെയുള്ള അന്വേഷണം ഒന്നുമല്ല, ഇനിയും ഇതിന് പിന്നാലെ ഇതിലും വലിയ അന്വേഷണം വരുന്നു. ഞാനൊന്നുമല്ല, എനിക്ക് പിന്നാലെ വരുന്നവനാണ് ഏറ്റവും വലിയവൻ എന്ന്. ഇനിയിപ്പോ ദേശീയ സുരക്ഷാ ഏജൻസി അടക്കം അന്വേഷണം നടത്തുമ്പോൾ അത് CMRL മാത്രമായി നിൽക്കില്ല, അത് ക്ലിഫ് ഹൗസിലേക്കും എത്തുമെന്നുള്ള ഒരു സംശയം. ക്ലിഫ് ഹൗസിലേക്ക് മാത്രമല്ല, ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിലേക്ക് കൂടി കത്താനുള്ള സാധ്യത. അല്ലെങ്കിൽ പിന്നെ അവരങ്ങനെ പറയില്ലല്ലോ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ജോലിക്ക് തന്നെ കുഴപ്പമാണത്. എന്തെങ്കിലും അടിസ്ഥാനമില്ലാതെ അങ്ങനെ പറയാൻ പറ്റുകയില്ല. വേറെ എന്തെല്ലാം അന്വേഷണം നടക്കുന്നു, ഏതെല്ലാം സ്ഥാപനങ്ങളിൽ അവർ അന്വേഷണം നടക്കുന്നു. സെബിയും നിരന്തരമായി അന്വേഷണം നടക്കുകയാണ്, SFIOയും നിരന്തരമായിട്ട് അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പൊ അന്വേഷണം സെബി ഒരു കൂട്ടരെ പിടിച്ചു, ഏതൊരു സ്ഥാപനത്തിനെ പിടിച്ചു, അദാനിയല്ല വേറെ ഒരു കൂട്ടരെ പിടിച്ചു, അവരെ വാൺ ചെയ്തു, ഓഹരി മാർക്കറ്റിൽ നിന്ന് അവരെ പുറത്താക്കി. പക്ഷെ അപ്പോഴും പറഞ്ഞിട്ടില്ല രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുമായി ഏർപ്പെട്ടു എന്നും ഒരു ഇത് വന്നിട്ടില്ല. ഇവിടെ അത് കേരളത്തിൽ അത് വന്നിരിക്കുന്നു. അത് വലിയൊരു മാനങ്ങളുള്ള വലിയൊരു സംഭവം തന്നെയാണ്. കുറ്റമല്ല ഈ CMRL കിടന്ന് വെപ്രാളം പിടിച്ചത് എന്ന് മാത്രമല്ല, CMRL ഇത്രയും വലിയ ഫീസ് കൊടുക്കേണ്ട വക്കീലന്മാരെ ഒക്കെ വെച്ച് വാദിക്കുന്നതിന്റെ കാര്യം എന്താ? ഇത്രയും പണം മുടക്കി ആ കമ്പനിക്ക് കമ്പനിയുടെ ചെലവിലാണെങ്കിൽ എത്ര കോടി രൂപയുടെ നഷ്ടമാണ് വരുന്നത്? ബാലൻസ് ഷീറ്റ് കാണിക്കണ്ടേ? അപ്പൊ ഇതെല്ലാം കാണിക്കണ്ടേ? അപ്പൊ ഇത് പുറത്തുനിന്നുള്ള സഹായം അവർക്ക് കിട്ടുന്നുണ്ട്. ആരും ഇത് ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ സുപ്രീം കോടതി പൊയ്ക്കോ എന്ന് സമ്മർദ്ദം ആരോ ചെലുത്തുന്നുണ്ട്. ഇവരുടെ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് ആരെയോ രക്ഷിക്കാൻ. അത് വളരെ വ്യക്തമാണ്. PV എന്ന അവരുടെ ഡയറിയിൽ ആരുടെ പേരാണോ എഴുതി വെച്ചിരിക്കുന്നത് ആ കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന സമ്മർദ്ദം തന്നെയായിരിക്കും. പിണറായി വിജയൻ നമ്മൾ പറയുന്നില്ല, കാരണം അദ്ദേഹം തന്നെ പറഞ്ഞില്ല എത്ര PVകളുണ്ടെന്ന്. അത് ആ PV ആയിരിക്കും ഇതിന്റെ പിന്നിൽ എന്നുള്ളത് നമുക്ക് സാമാന്യേന ഊഹിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പോഴത്തെ ഈ അന്വേഷണം ഇങ്ങനെ മുറുകുന്ന ഒരു സാഹചര്യത്തിൽ ഇതേക്കുറിച്ചുള്ള വലിയ അലയൊലികളൊന്നും തന്നെ കേരളത്തിൽ കേൾക്കുന്നില്ല. വലിയ മാധ്യമങ്ങളൊന്നും തന്നെ ഇതിനെ വലിയ ശ്രദ്ധയും കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോ രാഷ്ട്രീയ സമ്മർദ്ദം മാധ്യമങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ടോ? മാധ്യമങ്ങൾക്കിടയിലല്ല, മാധ്യമങ്ങളുടെ ഒരു അലസതയാണ് ആ കാര്യത്തിൽ. ആ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആട് വഴിയിലുള്ള അങ്ങാടി കടിച്ചു പോകുന്നത് പോലെ ഒരെണ്ണം പകുതിയാക്കിയിട്ടിട്ട് അങ്ങ് പോവുക. ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തിലില്ല. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഓരോ ദിവസവും ഇങ്ങനെ വാർത്തകളുടെ സ്ഫോടനമാണ്. വാർത്തകളുടെ എക്സ്ക്ലൂസീവ്, സ്കൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഫ്ലാഷ് എന്നൊക്കെ പറയുന്നതിന് പണ്ടൊരു വിലയുണ്ടായിരുന്നു, അരത്തൂക്കം തൂക്കം ഉണ്ടായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് എല്ലാം ഫ്ലാഷാണ്. ഫ്ലാഷുകളിൽ നിന്ന് ഫ്ലാഷുകളിലേക്ക് ഇങ്ങനെ പാഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു വാർത്തയിൽ നിലനിൽക്കുന്നില്ല. വാർത്തകളിലൂടെ കടന്നുപോയി ബാക്കിയുള്ളത് അവിടെ കളഞ്ഞിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പുതിയ വാർത്തകൾ വരുമ്പോൾ അതിന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ഈ പ്രശ്നം വരുന്നത്. കോൺഗ്രസിനകത്തെ പ്രശ്നം, ചാണ്ടി ഉമ്മൻ നടത്തിയ പത്രസമ്മേളനം, അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. തിരിച്ചൊരു വരവില്ല. ഫോളോ അപ്പ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു അതാണ്. പ്രിന്റ് മീഡിയയിൽ ഇപ്പൊ അതില്ല. പ്രിന്റ് മീഡിയ ഇപ്പോ ഈ സാമൂഹിക മാധ്യമങ്ങളുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾ തന്നെ പറയുന്ന ഒരു വിഷയമുണ്ട്. നിങ്ങൾ തന്നെ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ പറയുന്നതല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ലല്ലോ. ലാവ്ലിൻ കേസൊക്കെ നമ്മൾ കാണുന്നതാണ്. ജനങ്ങളും നിരാശരായി പോയി. ലാവ്ലിൻ കേസ് എത്ര തവണയാ മാറ്റിവെച്ചത്? കോടതി തന്നെ, മാതൃക കാണിക്കേണ്ട കോടതി തന്നെ ഇത് മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുക. ജനങ്ങൾ ഇപ്പൊ നാളെ അതിന്റെ ഒരു ഫലം വരും, ആള് ജയിലിൽ പോകും. അത് ശരിക്കും R ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിൽ മാത്രം, അത് അച്യുതാനന്ദന്റെ നിരന്തരമായ പ്രവർത്തനം കൊണ്ട് സംഭവിച്ചല്ല. പിന്നെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഒരാൾക്കും അങ്ങനെ തന്നെ പോകേണ്ടി വന്നിട്ടില്ല. അതിനേക്കാൾ വലിയ കുറ്റം ആന്റണി രാജു. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു? വളരെ ഗുരുതരമായിട്ടുള്ള വളരെ നാണം കെട്ട തെറ്റാണ് കാണിച്ചതെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം സുഖമായിട്ട് രാഷ്ട്രീയക്കാരനായിട്ട് അവിടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ മംഗളം പത്രം ഒരു മന്ത്രിയുടെ പേരിലുള്ള സംഭാഷണങ്ങൾ നമ്മളെ കേൾപ്പിച്ചതല്ലേ. സംഭാഷണങ്ങൾ ആകാശത്തിൽ വരുന്നത് അശരീരിയായിട്ടല്ലല്ലോ സംഭവിച്ച സംഭാഷണം തന്നെ. ആ മന്ത്രി ഇപ്പോഴും കേരളം ഭരിക്കുകയല്ലേ. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറുകയും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് തന്നെയാണ് കാരണം. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ ഇവിടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം നഗരത്തിൽ 1/2 മണിക്കൂർ കൊണ്ട് ഫ്ലെക്സ് മാലിന്യങ്ങൾ മുഴുവൻ തുരത്തപ്പെട്ടത്. തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്, പുത്തരിക്കണ്ട മൈതാനിയിലുണ്ടെങ്കിലും അത് നിമിഷങ്ങൾക്കകം നമുക്ക് ഇത് കണ്ട് മടുക്കേണ്ട കാര്യമില്ലല്ലോ.
ആ ഒരു സന്ദർഭം സൃഷ്ടിച്ച ദേവൻ രാമേന്ദ്രനെ പോലെ ചില ആൾക്കാർ മാത്രമാണ് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വാസ്തവത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിലവില് വീണ വിജയൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ആരംഭിച്ചത്. ഇനി എന്തായിരിക്കും വീണ വിജയന്റെ ഭാഗം? അതുകൊണ്ട് ഇത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നും സംഭവിക്കാതെ നമുക്ക് പോവാം. ഒന്നും സംഭവിക്കാതെ ലാവ്ലിൻ കേസ് പോലെ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേ നിരന്തരമായിട്ടിരിക്കാം. നമ്മൾ പ്രതീക്ഷകൾ, അപ്പൊ ജനങ്ങളുടെ പ്രതീക്ഷകൾ, ഇത് ഞാനും അനുഭവിക്കുന്നുണ്ട്. ഈ പറയുന്നതല്ല, ഒന്നും സംഭവിക്കുന്നില്ല. ജനങ്ങൾക്ക് വാക്യമല്ല വേണ്ടത്, ആക്ഷനാണ്, പ്രവൃത്തിയാണ്. വാചകമല്ല വേണ്ടത്, കർമ്മം. ചിന്തയല്ല വേണ്ടത്, കർമ്മം. അത് കാണുന്നില്ല. കർമ്മം ഫലം ഉണ്ടാവുന്നില്ല. ഫലം കർമ്മവും അല്ല, ഫലം കർമ്മവും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ SFI അന്വേഷിച്ചത് കർമ്മമാണല്ലോ. ഫലം എന്ന് പറയുന്നത് വിഫലമാകുന്നു. ആ ഒരു സാഹചര്യവും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവി പറഞ്ഞതുപോലെ രാജ്യ അടക്കമുള്ള സമ്മർദ്ദങ്ങളിലേക്ക് പ്രതിപക്ഷം കടക്കുകയാണെങ്കിൽ അതല്ലാതെ മറ്റൊരു പോംവഴിയുണ്ടോ മുന്നിലായി? പിണറായി വിജയൻ, നമ്മളിത് പലതവണ പറഞ്ഞതാണ്. പിണറായി വിജയൻ ഇപ്പൊ തീർന്നു. ഇപ്പൊ ലാവ്ലിൻ കേസിൽ അദ്ദേഹം കേരള യാത്ര നടത്തിയപ്പോൾ ഇപ്പൊ തീർന്നു, ഇപ്പൊ അറസ്റ്റ് ചെയ്യും. അതെ. അതുകൊണ്ട് പിണറായി വിജയൻ എനിക്ക് തോന്നുന്നു അസാധാരണ മെയ്വഴക്കത്തോടു കൂടി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോരും. MR അജിത് കുമാർ എങ്ങനെ ഈ അദ്ദേഹത്തിനെതിരായിട്ട് തീർത്ത അഴിമതികളുടെ കോട്ടകള്, അഴിമതി ആരോപണങ്ങളിൽ നിന്നൊക്കെ ക്രൈംബ്രാഞ്ചിൽ നിന്ന്, വിജിലൻസിൽ നിന്ന്, അതുപോലെ തന്നെ CPI മന്ത്രി ബിനോയ് വിശ്വത്തിൽ നിന്ന്, അതുപോലെ തന്നെ പൂരം കലക്കി എന്ന് ആരോപിച്ചവരിൽ നിന്ന്, പാറമേക്കാവ് ദേവസ്വത്തിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു? അതുപോലെ ഒരു മെയ്വഴക്കത്തോടു കൂടി ഈ വെള്ളത്തിൽ മീനെന്ന പോലെ രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ നല്ല കാലം നല്ല ഇപ്പൊ നമുക്ക് എന്താ പറയാൻ കഴിയുക? ശരി.